അപ്പോൾ ഞാൻ ആദ്യം പോകുന്നത് ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലേക്കാണ്. ഫോക്കസ് വാർത്തകളിലേക്ക് വരുന്നതിന് മുൻപ് പ്രേക്ഷകർ അറിഞ്ഞിരിക്കേണ്ടുന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലേക്കാണ് ഞാൻ ആദ്യം എല്ലാവരുടെയും ശ്രദ്ധ ക്ഷണിക്കുന്നത്. പൊതുപ്രവർത്തകയും ജനപ്രതിനിധിയും ഒക്കെയായിരുന്ന KJ ഷൈൻ ടീച്ചറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റാണത്. സ്ത്രീ വിരുദ്ധതയുടെ ജീർണിച്ച രാഷ്ട്രീയത്തെ കേരള സമൂഹം പരാജയപ്പെടുത്തുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്ന ഒരു കുറിപ്പാണ് KJ ഷൈൻ ടീച്ചർ ഈ സമൂഹ മാധ്യമത്തിൽ ഫേസ്ബുക്കിൽ ഇട്ടിരിക്കുന്നത്. പൊതുപ്രവർത്തക എന്ന നിലയിൽ കോളേജ് കാലഘട്ടം മുതൽ പ്രവർത്തിച്ചു വരുന്ന വ്യക്തിയാണ് ഞാൻ. കേരള സമൂഹം എന്നെ കൂടുതലായി അറിയാൻ തുടങ്ങിയത് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് മുതലാണ് എന്ന് പറഞ്ഞ് ഈ കുറിപ്പ് തുടങ്ങുന്നു. രാഷ്ട്രീയ പ്രവർത്തക, ജനപ്രതിനിധി, അധ്യാപക, സംഘടനാ നേതാവ് എന്നീ തലങ്ങളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന എന്നെക്കുറിച്ചും എന്റെ ജീവിത പങ്കാളിയെക്കുറിച്ചും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വ്യക്തിപരമായും കുടുംബപരമായും തേജോവധം ചെയ്യുന്ന തരത്തിൽ വ്യാപകമായി വ്യാജ കുപ്രചരണങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ നടക്കുന്നുണ്ട്. ഇന്നൊരു പത്രവും ആ വ്യാജ വലതുപക്ഷ പ്രചാരണം ഏറ്റെടുത്തു. രാഷ്ട്രീയമായും വ്യക്തിപരമായും തകർക്കുക എന്ന ലക്ഷ്യം വെച്ച് നടത്തുന്ന നെറികെട്ട ജീർണതയുടെ ഭീരുത്വത്തിന്റെ രാഷ്ട്രീയത്തെ നിയമപരമായും രാഷ്ട്രീയമായും നേരിടും എന്നതാണ് ടീച്ചർ ഈ കുറിപ്പിൽ പറയുന്നത്. പൊതുപ്രവർത്തനത്തിനിറങ്ങുന്ന സ്ത്രീകൾക്കെതിരായി മ്ലേച്ഛമായ കുപ്രചരണം നടത്തുന്നവർ എത്ര വികൃത മനസ്കരാണ്. സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുന്ന അപവാദങ്ങൾ മാനസികമായും സാമൂഹ്യമായും ഒരു വ്യക്തിയെ മാത്രമല്ല വേദനിപ്പിക്കുന്നത്, കൂടെയുള്ള ജീവിത പങ്കാളിയെയും മക്കളെയും ബന്ധുക്കളെയും സ്നേഹിതരെയും സഹപ്രവർത്തകരെയും ഒക്കെയാണ്. സ്വന്തം നഗ്നത പറിച്ചുപിടിക്കാൻ മറ്റുള്ളവരുടെ ഉടുതുണി പറിച്ചെടുക്കുന്ന രാഷ്ട്രീയ പാപ്പരത്വം അവസാനിപ്പിക്കാൻ ഇതിനു പിന്നിൽ പ്രവർത്തിച്ചവർ തയ്യാറാകണം. കൂടാതെ പൊതുപ്രവർത്തനം നടത്തുന്നത് സ്ത്രീകളുടെ കൂടി അവകാശമാണെന്ന ബോധ്യം വരുന്ന തരത്തിൽ പൊതുസമൂഹവും ഭരണകൂടവും വേണ്ട ഇടപെടൽ നടത്തുമെന്ന വിശ്വാസമുണ്ട്. ഒരു കാരണവശാലും പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുന്ന ഒരു സ്ത്രീയും ഭയപ്പെടരുത്. എത്രയോ പ്രയാസങ്ങളും അപവാദ പ്രചരണങ്ങളും നേരിട്ടവരാണ് നമുക്ക് മുൻപേ സഞ്ചരിച്ചവർ. ഈ സാഹചര്യവും നമുക്കൊരുമിച്ച് നേരിടാം. നമ്മൾ ഒരുമിച്ച് നേരിടും, മുന്നേറും. ആന്തരിക ജീർണതകൾ മൂലം കേരള സമൂഹത്തിന് മുന്നിൽ തല ഉയർത്താനാവാത്ത വലതുപക്ഷ രാഷ്ട്രീയത്തെ രക്ഷിക്കാനായി എന്റെ പേരും ചിത്രവും വെച്ച് അപമാനിക്കാൻ ശ്രമിച്ച വലതുപക്ഷ സാമൂഹ്യ മാധ്യമ ഹാൻഡിലുകൾക്കും മാധ്യമങ്ങൾക്കുമെതിരെ ശേഖരിച്ചിട്ടുള്ള എല്ലാ തെളിവുകളും സഹിതം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, സംസ്ഥാന പോലീസ് മേധാവി, സംസ്ഥാന വനിതാ കമ്മീഷൻ എന്നിവർക്ക് പരാതി നൽകുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് KJ ഷൈൻ ടീച്ചറിന്റെ ഈ ഫേസ്ബുക്ക് കുറിപ്പ് അവസാനിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലായി വലിയ രീതിയിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ വലിയ മോശം പ്രചരണം ഷൈൻ ടീച്ചർക്കെതിരെ നടക്കുന്നുണ്ട്. അത്തരം അപവാദ പ്രചരണങ്ങൾ ബോധപൂർവം പടച്ചുവിടാനുള്ള ശ്രമങ്ങൾ നടന്നു. അത് ചില ഓൺലൈൻ മാധ്യമങ്ങൾ ഏറ്റെടുത്തു. മറ്റു ചില മാധ്യമങ്ങളും അത് വാർത്തയാക്കുന്ന സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു തുറന്നെഴുത്ത് ഉണ്ടാകുന്നത്. അത് ഒട്ടും പിന്നോട്ട് പോകുന്നില്ല, നിയമ പോരാട്ടവുമായി മുന്നോട്ട് പോകും എന്ന ഒരു ആർജവമാണ്, അതിൽ പതറില്ല എന്ന സന്ദേശമാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് നൽകുന്നത്. ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ഡാനി പോൾ ചേരുന്നു. ഡാനി, എന്നെ കേൾക്കാമോ? ഡാനി കേൾക്കാമോ? കേൾക്കാം, പറഞ്ഞോളൂ. ഡാനി പോളാണ് നമുക്കൊപ്പം ചേരുന്നത്. ഡാനി, വലിയ മോശം രീതിയിലുള്ള പ്രചാരണങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നടക്കുകയായിരുന്നു. നമുക്കറിയാം, രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാദവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ചർച്ചകൾ നടക്കുമ്പോൾ രാഷ്ട്രീയമായി അതിനെ നേരിടാനുള്ള പലവിധ വഴികൾ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായി കൂടിയാണ് ഇത്തരത്തിലുള്ള ആരോപണ പ്രത്യാരോപണങ്ങളൊക്കെ ഉടലെടുത്തത്. ഇപ്പോൾ അതിൽ ശക്തമായ പ്രതികരണം ഷൈൻ ടീച്ചറിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയാണ്. അത് ഏതെങ്കിലും തരത്തിൽ ഡ്രാമ കളിക്കുകയല്ല, നിയമപരമായി അതിനെ നേരിടും എന്ന് പറയുകയാണ്. ആ നടപടികൾ തുടങ്ങി എന്നുള്ള അറിയിപ്പാണ് ആ സമൂഹ മാധ്യമ പോസ്റ്റിലുള്ളത്. ഇതിൽ മുഖ്യമന്ത്രിക്കും അതോടൊപ്പം തന്നെ സംസ്ഥാന പോലീസ് മേധാവി, സംസ്ഥാന വനിതാ കമ്മീഷൻ എന്നിവർക്ക് പരാതി നൽകി എന്ന് തന്നെയാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അവരെ ഫേസ്ബുക്ക് പോസ്റ്റിൽ അത് തന്നെയാണ് പറയുന്നത്. പരാതി നൽകുകയാണ് എന്നാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. കഴിഞ്ഞ മണിക്കൂറുകളായി പ്രത്യേകിച്ച് അവർക്കെതിരെ ഒരു വലിയ രീതിയിലൊരു സൈബർ അറ്റാക്ക് തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വലിയ രീതിയിലൊരു അപവാദ പ്രചരണങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ തുടരുകയാണ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെടുക, അവരുടെ തെരഞ്ഞെടുപ്പ് കാലത്ത്, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് തെരഞ്ഞെടുപ്പ് കാലത്തെ ചിത്രങ്ങളടക്കം ഇതിനു വേണ്ടി ഉപയോഗപ്പെടുത്തിയ അപകീർത്തിപരമായ രീതിയിലുള്ളൊരു പ്രചരണ പരിപാടികളടക്കമുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് വലതുപക്ഷ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയാണ് അത്തരം ഹാൻഡിലുകൾ തന്നെയാണത് പ്രചരിപ്പിക്കുകയും എല്ലാം തന്നെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് പരാതിയിലേക്ക് പോകാനായിട്ട് അവർ നിർബന്ധിതരാകുകയും ചെയ്യുന്നത്. ഈ രീതിയിലേക്ക് തുടർച്ചയായി അവർ ആക്രമിക്കപ്പെടുന്നു. കഴിഞ്ഞ
ദിവസങ്ങളിലായിട്ട് തുടരുന്ന കാര്യങ്ങളാണ്. ആ രീതിയിലേക്ക് വരുന്ന ഒരു ആക്രമണം തുടരുന്നു. പ്രത്യേകിച്ച് കുടുംബവുമായി ബന്ധപ്പെട്ട് തന്നെയെല്ലാം തന്നെ ഇത്തരമൊരു അപവാദ പ്രചരണങ്ങൾ നടക്കുന്നു എന്ന് തന്നെയാണ് അവർ സൂചിപ്പിക്കുകയും ചെയ്യുന്നത്. അവരുടെ ആ പോസ്റ്റിലെല്ലാം തന്നെ ഇത്തരം കാര്യങ്ങൾ കൂടി പറയുകയും ചെയ്യുന്നുണ്ട്. ഇതിന് നേതൃത്വം നൽകുന്നവർ ഈ രീതിയിലുള്ള ഒരു രാഷ്ട്രീയ പാപ്പരത്വമാണ് ഇതിന് കാണിക്കുന്നത്. ഇതിന് നേതൃത്വം നൽകുന്നവർ കാണിക്കുന്നത്. അവസാനിപ്പിക്കാൻ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവർ തയ്യാറാകണം എന്നത് പറയുന്നു. ഒപ്പം അവർ അതിനെ കാണുകയും ചെയ്യുന്നത് ഇത് പൊതുപ്രവർത്തനം നടത്തുന്നത് സ്ത്രീകളുടെ കൂടി ഒരു അവകാശപ്പെട്ട ഒരു കാര്യമാണ്. അത് ബോധ്യം വരുന്ന തരത്തിൽ പൊതുസമൂഹവും ഭരണകൂടവും വേണ്ട രീതിയിലുള്ള ഇടപെടലുകൾ നടത്തണം എന്നത് അവർ ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. കാരണം സ്ത്രീകൾ ഈ പൊതുരംഗത്തേക്ക് കടന്നു വരുന്നത് ഭയപ്പെടുന്നവർ തന്നെയാണ് ഇതുപോലുള്ള പ്രവൃത്തികൾക്ക് പിന്നിൽ നിൽക്കുന്നത്. അതുകൊണ്ട് ഈ അപവാദങ്ങളും ഈ രീതിയിലുള്ള കാര്യങ്ങളും എല്ലാം തന്നെ ഇത് തുടങ്ങി വെച്ചവർ തന്നെ നിർത്താനായിട്ട് തയ്യാറാകണം. ഈ സാഹചര്യവും കടന്നുപോകും. ഇത് ഒരുമിച്ച് തന്നെ നേരിടുകയും ചെയ്യുമെന്ന് അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ അവരുടെ കുറിപ്പിൽ പറയുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു പിന്തുണ ഈ FB പോസ്റ്റിന് ലഭിക്കുന്നുണ്ട്. അതിൽ ഒപ്പമുണ്ട് എന്ന രീതിയിൽ തന്നെ അവർ അപവാദ പ്രചരണത്തെ നേരിടാൻ തയ്യാറായി വരുന്നവർ തന്നെ പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ അവരൊരു പ്രതികരണ മാധ്യമങ്ങളോട് ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ഈ ജില്ലാ തലത്തിൽ തന്നെ പാർട്ടി അതിന് പിന്തുണ നൽകുന്നുണ്ട്. അവരുടെ നടപടികൾക്ക് നിയമപരമായ പോരാട്ടത്തിനടക്കമുള്ള കാര്യങ്ങൾക്ക് പിന്തുണ നൽകുന്നു. പ്രത്യേകിച്ച് ഈ രീതിയിലുള്ളൊരു അപവാദ പ്രചരണങ്ങൾ തുടങ്ങി വെക്കുക രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടുകൂടി തന്നെയാണ് എന്നതാണ് ഇവർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നത്. ഏതായാലും അതിന് ഇപ്പോൾ നൽകിയിരിക്കുന്ന പരാതികൾ അതിൻ്റെ ഒരു തുടർ പ്രവർത്തനങ്ങളടക്കം വൈകാതെ തന്നെ ഉണ്ടാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഇതിൽ എല്ലാ രീതിയിലുള്ള തെളിവുകൾ സമൂഹ മാധ്യമ ഹാൻഡിലുകൾ അതോടൊപ്പം തന്നെ അത് പ്രചരിപ്പിച്ചവർ ഇവർക്കെല്ലാമുള്ള ഒരു തെളിവുകൾ കോപ്പി ലിങ്കുകൾ ഇതെല്ലാം തന്നെ തയ്യാറാക്കിക്കൊണ്ടാണ് പരാതിയിലേക്ക് നീങ്ങുകയും ചെയ്യുന്നത്. ഇപ്പോൾ പറവൂർ ഏരിയ കമ്മിറ്റി ഓഫീസിന് അതിൻ്റെ ഒരു ഏരിയ കമ്മിറ്റി യോഗം നടക്കുകയാണ്. പ്രധാനമായും ഇതിൻ്റെ അടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും വൈകാതെ അവരൊരു പ്രതികരണത്തിലേക്ക് അടക്കം നമുക്ക് കടക്കുകയും ചെയ്യാം. ഇന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ മുതൽ തുടങ്ങിയ ഈ രീതിയിൽ ചെറിയ രീതിയിൽ തുടങ്ങി വെച്ച കാര്യങ്ങൾ ഇന്ന് ആകുമ്പോഴേക്കും വലിയ രീതിയിലേക്ക് അതിൻ്റെ ഒരു സ്വഭാവം മാറുന്ന രീതിയിലേക്കെല്ലാം തന്നെ വരികയും ചെയ്യുന്നു. പ്രത്യേകിച്ച് പോസ്റ്ററുകൾ അടക്കം തെരഞ്ഞെടുപ്പ് കാലത്തെ പോസ്റ്ററുകൾ അടക്കം ഉപയോഗപ്പെടുത്തുകയും അത് ആ രീതിയിലേക്ക് ഇവരെ ഒരു വ്യക്തിപരമായി അപമാനിക്കുക എന്ന രീതിയിലേക്ക് അടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പ്രചരിക്കുന്നത്. അതിനെതിരെയാണ് പരാതി നൽകിയിരിക്കുന്നത്. ഇതിൽ ഈ പോസ്റ്റിൽ തന്നെ പറയുന്നുണ്ട് രാഷ്ട്രീയമായും നിയമപരമായും ഒക്കെ നേരിടും എന്ന കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ പാർട്ടിയുടെ പൂർണ്ണ പിന്തുണ ഉറപ്പാക്കി പാർട്ടിയുടെ കൂടി സാന്നിധ്യത്തിൽ ഒരുപക്ഷെ മാധ്യമങ്ങളെ കാണാനാണോ തയ്യാറെടുക്കുന്നത്? രാഷ്ട്രീയം ഉൾച്ചേർന്നിട്ടുള്ള വിഷയമാണ്. രാഷ്ട്രീയമായി വലിയ പ്രതിരോധം സൃഷ്ടിക്കാനുള്ള ഗൂഢമായ ശ്രമത്തിന്റെ ഭാഗമാണ് ഇത് എന്നുകൂടിയാണ് കരുതുന്നത്. അപ്പോൾ ആ നിലയിൽ തന്നെ ആയിരിക്കുമോ ഈ വിഷയത്തിൽ പ്രതികരണം ഉണ്ടാവുക? ആ രീതിയിൽ തന്നെയായിരിക്കും പ്രതികരണം ഉണ്ടാകുക എന്നതാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. കാരണം രാഷ്ട്രീയപരമായിട്ട് ഇതിൽ അവർക്ക് പിന്തുണ അടക്കം നിൽക്കേണ്ട കാര്യങ്ങൾ തന്നെയുണ്ട്. അതുകൊണ്ട് പാർട്ടിയോട് കൂടി ആലോചിച്ചുകൊണ്ട് തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നത്. അതിൽ പാർട്ടിയും ഇതിൽ അവർക്കൊപ്പം തന്നെ നിൽക്കുന്നു. വേണ്ട പിന്തുണയും അതോടൊപ്പം തന്നെ നിയമപരമായും ഉള്ള പോരാട്ടത്തിന് അവർക്കൊപ്പം തന്നെ നിൽക്കുന്നു. ആ രീതിയിൽ തന്നെയുള്ളൊരു പ്രതികരണം അവരുടെ ഭാഗത്തുനിന്നുണ്ടാകും. ഇന്ന് മറ്റ് പാർട്ടി നേതൃത്വത്തിനൊപ്പം പ്രാദേശിക നേതൃത്വത്തിനൊപ്പം തന്നെയായിരിക്കും ഒരുപക്ഷെ അവർ മാധ്യമങ്ങളെ കാണുക എന്നൊരു സൂചന തന്നെയാണ് ലഭിക്കുന്നത്. തീർച്ചയായും എന്തായാലും സ്വന്തം പേരിലും വ്യാജ പേരുകളിലും ഐഡികളിലും ഒക്കെ ഇരുന്നു കൊണ്ട് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലും മാധ്യമങ്ങളുടെ മേലങ്കി അണിഞ്ഞും എന്തും വിളിച്ചു പറയാമെന്ന് കരുതുന്നവർക്ക് എന്ത് ഭ്രാന്തും വാർത്തയായി അവതരിപ്പിക്കാമെന്ന് കരുതുന്നവർക്കൊക്കെ ഉള്ളൊരു മുന്നറിയിപ്പാണ് കെ ജെ ഷൈൻ ടീച്ചർ നൽകുന്നത്. നിയമപരമായി തന്നെ ഇതിനെ നേരിടാൻ ശ്രമിക്കുകയാണ്. ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ മുഴുവനായും വായിച്ചത്. അതിൽ അല്പം പോലും പതർച്ചയില്ല. അതിൽ മുന്നോട്ട് പോകാനുള്ള വഴികൾ മാത്രമേ ഉള്ളൂ. സമാനമായ എത്ര സ്ത്രീകൾ, പൊതുരംഗത്തുള്ള സ്ത്രീകൾ, അല്ലാതെയുള്ള സ്ത്രീകൾ പരാതിയുമായി മുന്നോട്ട് വരുന്നവരെ ഒക്കെ ഈ രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ അടച്ചാക്ഷേപിച്ചുകൊണ്ട് അപവാദം പ്രചരിപ്പിച്ചുകൊണ്ട് വീട്ടിലിരുത്താനും പരാതികളിൽ നിന്ന് പിൻവലിപ്പിക്കാനും ഒക്കെയുള്ള ബോധപൂർവമായ ശ്രമം നടക്കുമ്പോൾ
നമുക്ക് മുന്നേറാം, മുന്നോട്ട് പോകും എന്ന് ആത്മവിശ്വാസത്തോടു കൂടി പറഞ്ഞുകൊണ്ട് തന്നെ ഉള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ടീച്ചർ പങ്കുവെച്ചതുകൊണ്ടാണ് അത് മുഴുവനായി ഞാൻ വായിച്ചത്. ഏതൊരു പ്രതിസന്ധി ഘട്ടത്തിലും നമുക്ക് മുന്നോട്ട് പോയേ മതിയാവൂ, അതിനെ നേരിട്ട് തന്നെ മതിയാകുകയുള്ളൂ. അതിന്റെ ശക്തമായ സന്ദേശമാണ് അതിലുള്ളത്. അതിൽ പതറുകയല്ല ചെയ്യേണ്ടത് എന്ന ശക്തമായ സന്ദേശം. അത് നിയമപരമായും രാഷ്ട്രീയമായും അതിനെ നേരിടുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആ നിലയ്ക്ക് നീങ്ങുന്നു. നമുക്കറിയാം, ഇപ്പോഴും പൊതുപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നവർക്ക് ഈ രീതിയിലൊക്കെ അപവാദ പ്രചരണങ്ങൾ സഹിക്കേണ്ടി വരുന്നത്, അതിനെതിരെ പോരാടേണ്ടി വരുന്നത് ഒരു നാടെന്ന നിലയിൽ നമുക്കൊക്കെ നാണക്കേടുണ്ടാക്കുന്ന വിഷയമാണ്. പക്ഷേ അവിടെ പതറുകയല്ല, അതിനെ നേരിടാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നു ഷൈൻ ടീച്ചർ. ഇങ്ങനെ പലരും കാണിച്ചിട്ടുള്ള ധൈര്യവും പോരാട്ടവും ഒക്കെയാണ് നമുക്കൊക്കെ ഈ രീതിയിലെങ്കിലും സംസാരിക്കാനും പറയാനും നടക്കാനും നിൽക്കാനും ഒക്കെയുള്ള അധികാരങ്ങൾ നേടിത്തന്നത്, അവകാശങ്ങൾ നേടിത്തന്നിട്ടുള്ളത്. അപ്പോൾ ആ പോരാട്ടത്തിൽ ഒരു മാതൃക കൂടി സൃഷ്ടിക്കാനുള്ള നീക്കമാണ് ടീച്ചറിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഇപ്പോൾ വികൃത മനസ്സുകൾ എന്തും സമൂഹ മാധ്യമങ്ങളിൽ വിളിച്ചു പറയാമെന്ന് പറയുന്ന വികൃത മനസ്സുകൾക്കുള്ള ഒരു ശക്തമായ മുന്നറിയിപ്പാണ് ഷൈൻ ടീച്ചറിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അല്പസമയത്തിനകം തന്നെ ഇക്കാര്യത്തിൽ കൂടുതൽ വിശദമായ പ്രതികരണം ഉണ്ടാകും എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാധ്യമങ്ങളെ കണ്ടു തന്നെ ഷൈൻ ടീച്ചർ ഈ കാര്യങ്ങളിൽ വിശദീകരണം കൂടുതൽ എന്താണ് നടത്താൻ പോകുന്ന നിയമപരമായ നീക്കങ്ങൾ എന്നത് സംബന്ധിച്ചൊക്കെയുള്ള വിശദീകരണം നൽകും എന്നറിയുന്നു. പാർട്ടി തലത്തിലും അത്തരത്തിലുള്ള നീക്കങ്ങൾ നടക്കുന്നു എന്നതാണ് ഡാൻ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തത്. ആ വാർത്ത വരികയാണെങ്കിൽ, ഷൈൻ ടീച്ചർ മാധ്യമങ്ങളെ കാണുകയാണെങ്കിൽ ആ ഘട്ടത്തിൽ നമുക്ക് അതിലേക്ക് തിരിച്ചെത്താം. നമ്മൾ നമ്മുടെ ഫോക്കസ് വാർത്തകളിലേക്ക് പോവുകയാണ്. രാഹുൽ ഗാന്ധി വീണ്ടും വാർത്താ സമ്മേളനം നടത്തി വോട്ട് ചോർച്ച